ഹലോ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു വീഡിയോ ആണ്. നമ്മുടെ ഇത് ചെയ്യാൻ പോണേ, നമ്മൾ ഒരു മേക്ക് ഓവറിന് പോവാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമല്ലോ. ഇങ്ങനെയാണല്ലോ നമ്മൾ നോർമലി ചെയ്ത് മേക്ക് ഓവർ ചെയ്യുമ്പോൾ നമുക്കൊരു കണ്ണാടി നോക്കുമ്പോൾ സന്തോഷം അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു പരിപാടിക്ക് പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അറിയത്തില്ല ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്ത് അല്ലേ, ഏതാ വേണ്ടതെന്നുള്ളത് നമുക്ക് എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തെങ്കിലും ഒരു ചേഞ്ച് വേണം, ഒരു മേക്ക് ഓവർ. അതെ. അപ്പം നമുക്ക് എന്താ ചെയ്യുന്ന ഏത് ട്രീറ്റ്മെൻറ്റാ അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പോയാലോ? അപ്പോൾ നമുക്ക് പതുക്കെ ഇറങ്ങി. നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നത് ഇതുപോലത്തെ ഒരു മുടി, ഇതുപോലത്തെ ഒരു തുണി വെക്കുന്നത് വളരെ നല്ലതാണ്. രണ്ട് കാര്യമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിൽ കുറയും. പിന്നെ ചിലപ്പോൾ ഈ ഹെൽമെറ്റിനകത്തൊക്കെ വേർപ്പൊക്കെ കൊണ്ട് കയറി മാറ്റം കാണും. അത് നമ്മുടെ തലയിലോട്ട് കയറും. അത് വേണ്ട. അപ്പോൾ ഇതാ സേഫ്. ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണേ. അപ്പോൾ നമ്മൾ ബോട്ടോക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ചേട്ടൻ നമുക്ക് ചെയ്ത് തരുന്നത് ബേസിക്കലി സ്മൂത്തനിങ്ങിനകത്ത് ഒത്തിരി കെമിക്കൽസ് യൂസ് ചെയ്യും. പിന്നെ ഈ ബ്രേക്കേജ് കൂടുതലായിരിക്കും. അത് നല്ല നമ്മൾ നോർമലി ചെയ്യുന്ന കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്ത് വെച്ചേക്കുക? ശരിക്കും പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു, റാപ്പ് ചെയ്ത് വെച്ചേക്കാം. കൊള്ളാം. അങ്ങനെ ഇരുന്നോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു കണ്ടീഷൻ അവർ ചെക്ക് ചെയ്തപ്പോൾ ഈ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ചടക്കും മുടിയൊക്കെ ഒരുമാതിരി പൊട്ടിയല്ലേ അവസ്ഥയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നമുക്ക് സജസ്റ്റ് ചെയ്തത് ബൊട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഈ പറഞ്ഞ സ്മൂത്തനിങ്ങിൽ കുറച്ചുകൂടെ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും മുടി ഒന്നുകൂടെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്തതും ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വന്ന് പോയത് ഏകദേശം ഒരു 4 o'clock ആണ്. തീർന്നപ്പോൾ ഏകദേശം ഒരു 9-9:30 മണി ആയിട്ടുണ്ട്. അത്രയും സമയം എടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നമ്മുടെ മുടിയുടെ ഹെയറിൻ്റെ ലെങ്ത്ത് വെച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ എൻ്റെ ഹെയറിന് ഏകദേശം ഒരു 7,500 ആണ് നമുക്ക് കൊടുക്കേണ്ടി വന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പ്രോസസ്സ് മെയിൻ്റനൻസ് ആണ്. അപ്പോൾ മെയിൻ്റനൻസ് അവർ പറഞ്ഞത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. ഇത്ര നാളെ നിൽക്കും എന്നുള്ളത്. ചിലപ്പോൾ ഇത് 6 മാസം നിൽക്കും, ചിലപ്പോൾ 1 വർഷം വരെ നിൽക്കാം. പക്ഷേ നമ്മളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? നമ്മളിപ്പോൾ നമ്മൾ ഫുൾ റഫായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് പോകും. അല്ല, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇവർ പറഞ്ഞു എന്താണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. അതായത് അവരൊരു ഷാമ്പൂ നമുക്ക് സജസ്റ്റ് ചെയ്യും, പിന്നെ ഒരു ക്രീമും സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞത് നമ്മൾ ട്വൈസ് നമ്മൾ ഇത് യൂസ് ചെയ്യണം. അത് ഷാമ്പൂ വെച്ച് വാഷ് ചെയ്തിട്ട് ആ വെറ്റ് ഹെയറിൽ തന്നെ നമ്മൾ എന്താ പറയുക ഈ ക്രീം അപ്ലൈ ചെയ്തിട്ട് പിന്നെ വാഷ് 10 minutes വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് പ്രോസസ്സ്. നമ്മൾ റെഗുലറായിട്ട് എത്രത്തോളം ചെയ്യുന്നുണ്ടോ അത്രത്തോളം അത് ഇത് ഏകദേശം നിൽക്കും എന്നാണ് അവർ പറയുന്നത്. അതിന് ഇത്ര സമയമൊന്നുമില്ല. അത് നമ്മൾ എങ്ങനെ നോക്കുന്നു അതുപോലെ ഇരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ ചെയ്തു വന്നത് ബൊട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് മെയിൻ്റനൻസിന് വേണ്ടി 2 പ്രോഡക്ട്സ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഏകദേശം ഒരു 10,000 rupees-ഓളം ആയിട്ടുണ്ട്. ഇതിനും ബാക്കിയുള്ള ക്രീം എല്ലാം കൂടെ ചേർത്ത് ബാക്കിയെല്ലാം കൂടെ 10,500 ആണ് മൊത്തം ആയത്. അതെ. അപ്പം ഒരു വിഷമം മാറ്റാൻ വേണ്ടി നമ്മൾ 10,500 rupees പേ ചെയ്യേണ്ടി വന്നു. പ്രോപ്പറായിട്ട് നോക്കുന്നവർക്ക്, മുടി ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് ഒരു മടിച്ച് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വൺസ് ഒക്കെ ഇപ്പോൾ ഈ ഒരു ടൈം ഒന്ന് ചെയ്ത് നോക്കിയതാണ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. നോർമലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് ബൊട്ടോക്സ് തന്നെയാണ്. ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് പോലെ മറ്റേ സ്മൂത്തനിങ്ങിനെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ഇതായിരിക്കും ഇച്ചിരി നല്ലത്. പിന്നെ വന്നിട്ട് ലുക്ക് വന്നിട്ട് കുറേ മാറ്റം വരും. പഴയ ഒരു മുടി പോലെ ആയിരിക്കത്തില്ല ഈ ഒരു മുടി. അപ്പം അങ്ങനെ കുറച്ച് ചേഞ്ചസ് നമ്മൾ എനിക്ക് പഴയതായിരുന്നു ഇഷ്ടമാണ്. ഒരു ചേഞ്ച് വൺസിന്റെ വയലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ. ഇനി ഇതിന്റെ ഒരു പ്രശ്നം നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് കഷ്ടപ്പെടുന്ന കാര്യമാണ്. അതെ, കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു 4 ദിവസത്തേക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടി ഇങ്ങനെ അഴിച്ച് തന്നെ ഇടുക, കെട്ടാൻ പാടില്ല, പിന്നെ ഹെൽമെറ്റ് ഒന്നും വെക്കാൻ പാടില്ല, പിന്നെ എന്താ പറയുക നനയാൻ പാടില്ല, മുടി നനയ്ക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു 3 ഡേയ്സിലത്തേക്കാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് തന്ന ഷാമ്പും ഇതുമൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ നമ്മൾ ചെയ്തത് അറിയാലോ, നാച്ചുറൽസിലാണ് നമ്മൾ ചെയ്തത്. ഓരോ സ്ഥലത്തും ഓരോ റേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 2 പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ തന്നെന്നുള്ള. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കേരാ കെയർ എന്ന് പറയുന്നതാണ്. ഇത് കെരാറ്റിൻ റിപ്പയർ ഷാമ്പു ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ടത്. ഇത് വന്നിട്ട് ഏകദേശം
100 rupees വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നുണ്ട് സൾഫേറ്റ്സ് ആൻഡ് പാരബൻ ഫ്രീ ആണെന്നുള്ള. പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ ഒരു ക്രീമാണ്. അത് വന്നിട്ട് ഇതിൻ്റെ പേര് വന്നിട്ട് ബോട്ടോലിസ് എന്നാണ്. അപ്പോൾ ഇത് ഈ ട്രീറ്റഡ് ഹെയറിന് വേണ്ടിയിട്ടുള്ളത് ക്രീംസും ഷാമ്പൂസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ബോട്ടോലിസ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് അറൗണ്ട് 2000 ആണ് ഇതിൻ്റെ റുപ്പീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടും കൂടെ കോസ്റ്റ് ചെയ്യുന്ന അറൗണ്ട് 3500 വരും. മറ്റേതിൻ്റെ റേറ്റ് വന്നിട്ട് 7500 വരും. അപ്പോൾ നമ്മൾ ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ കാണുന്ന ഹെയർ കളർ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ട്രൈ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ ഈ ബ്യൂട്ടി പാർലറിൽ പോകാൻ മടിയായതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ കളറൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ പല കളേഴ്സ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ലാസ്റ്റ് ചെയ്ത കളർ തന്നെയാണ് ഈ കാണുന്നത്. അല്ലാതെ ഇപ്പം നമ്മൾ ഈ ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പം എൻ്റെ മുടിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നല്ല എന്താ പറയുക ചുരുണ്ട മുടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തറിയാലോ ചുരുണ്ട മുടി ഉള്ളവർക്ക് അറിയാൻ പറ്റും എന്ത് ചെയ്താലും അതിങ്ങനെ ഉടക്കും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സമയമോ അങ്ങനെ ഒരു എന്താ പറയുക ഒരു മടിച്ച് ആ ഒരു കാര്യത്തിൽ മടിച്ച് ചെയ്യണം അങ്ങനെ ഒരു ടൈമോ ഒന്നും ഞാൻ ഹെയറിന് വേണ്ടി അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല. അപ്പം അതിന് നന്നായിട്ട് കാണാനുണ്ടായിരുന്നല്ലേ. അപ്പം അങ്ങനെ ഒരാളെന്നുള്ള നിലയ്ക്ക് അപ്പം എനിക്ക് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞു ബാ നമുക്ക് പോയി. എനിക്ക് അതിന് ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പേ തന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് അതെ അപ്പോൾ ഞാനും ചിന്തിക്കും വേണ്ടേ അതൊന്നും ചിന്തിക്കാൻ സമയം കൊടുത്തില്ല. 1 മണിക്കൂറിനുള്ളിൽ പ്ലാൻ ചെയ്ത് പോയി. അതെ അപ്പോൾ പറഞ്ഞല്ലോ ഏതാണ് ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് അറിയാം. അതെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു പ്ലാനും ഇല്ലാതാണ് പോയി. എന്തെങ്കിലും ഒരു മുടിയൊന്നും എന്താ പറയുക മാനേജബിൾ ആക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്കുള്ളായിരുന്നു. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയ കണ്ടന്റ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.